ഹലോ ഗേസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുകയാണ്. എൻ്റെ പേര് ആദർശ് എന്നാണ്. എൻ്റെ പേര് ആകാശ് എന്നാണ്. നമ്മളെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ടാവും. നിങ്ങൾ ആദ്യം തന്നെ അത് പറഞ്ഞാൽ തുടങ്ങുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പറയരുതല്ലോ എങ്ങനെ. അപ്പോൾ നമുക്കിന്ന് കുറേ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പറ്റുകയാണെങ്കിൽ പുഷ്പ 2 ഒന്ന് കാണണം. എന്താ വെച്ചാൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് എടുത്തൊരു തീരുമാനം പുഷ്പ 2 കാണാന്നുള്ളത്. അപ്പം എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഇവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, അവിടെയൊക്കെ ഒന്ന് പോയിട്ട് അവനൊക്കെ ഒന്ന് കണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് അവൻ്റെ ചിലവാണോ നമ്മളെ ചിലവാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയൊക്കിട്ട് നോക്കാം. പിന്നെ ഞങ്ങളെ ഏട്ടനും അനിയനാണ് കേട്ടോ, അതാദ്യം പറഞ്ഞില്ല. എന്തായാലും അതും കൂടി ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കൂടെ 2 പേരും കൂടി കൂടാനുണ്ട്. നമ്മൾ വഴിയെ പോകുമ്പോൾ അവരും കൂടി ചേർന്നോളും. അപ്പോൾ അവരെയും കൂടി നമ്മൾ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഗേസ്, എന്തായാലും നമുക്ക് അവിടേക്കൊക്കെ പോയിട്ട് ബാക്കി കാണാം. അപ്പോൾ ഗേസ്, നമ്മളെ കൂടെയുള്ള ഒരുത്തനും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. പിന്നെ ആകെ ഒരുത്തനും കൂടി ഉണ്ട്. അത് എൻ്റെ അനിയൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് അവൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇവനെ നിങ്ങൾ ചിലപ്പോൾ അറിയാൻ സാധ്യതയുണ്ട്. ഞാൻ ഫസ്റ്റായിട്ടൊരു ഷോർട്ട് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ കൂടെ ഇവനായിരുന്നുള്ളത്, എൻ്റെ കസിനായിരുന്നു. അപ്പോൾ എന്തായാലും ഇവരെ നമ്മൾ കാണിച്ചു തരാം. ഓൻ ഇന്നലെ പുഷ്പ 2 കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണെങ്കിൽ ഓനോട് ചോദിച്ചേക്കാം. എന്നിട്ട് കാണാൻ പോകാം. എനിക്കെന്തായാലും കാണാൻ പോകണം. എന്താ വെച്ചാൽ വേറെ ഒരാളെ അഭിപ്രായത്തിൽ നമ്മൾ നിൽക്കരുതല്ലോ. അപ്പോൾ എന്തായാലും അവൻ വന്നിട്ട് നമുക്ക് അവനോട് ചോദിക്കാം. അവൻ്റെ വീട് കുറച്ച് മുകളിലാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് കയറി പോകാൻ അതിനുള്ള ശേഷിപ്പല്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ബോഡി പെയിന് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും വരട്ടെ, എന്നിട്ട് നമുക്ക് അവനോട് ചോദിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുള്ള ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവനൊക്കെ അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ആ വ്ളോഗിലുള്ളതാണ്. എൻ്റെ പേര് പറഞ്ഞെടുക്കും. എൻ്റെ പേര് സബിൻ. സബിൻ ഇതാണ് പേര്. എന്തായാലും നമുക്ക് അപ്പോൾ ഇനി ബാക്കിയുള്ള ആൾക്കാരെയും കൂടി കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു അരമണിക്കൂർ മുന്നേ എത്തി. ചെക്കന്മാരെത്തുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് എത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവർ വന്നിട്ട് അവരെയും കൂടി പരിചയപ്പെട്ടു തരാം. പിന്നെ ഗൈസ്, നമ്മൾ എവിടെ എത്തിയെന്ന് ഇതായിട്ട് പറഞ്ഞില്ല. നമ്മളിപ്പോൾ ഉള്ളത് തിരുവമ്പാടിയാണ്. അപ്പോൾ എന്തായാലും ചെക്കന്മാരിപ്പോൾ എത്തും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഗൈസ്, നമ്മൾ ചെക്കന്മാരെടുത്ത് എത്തിയിട്ടുണ്ട്. അതായത് നേരത്തെ ആകാശ് കൂട്ടാൻ പോയത് ഇവന്മാരെ 2 ആളെയാണ്. ഇവന്മാര്. അപ്പോ ആദ്യം നിങ്ങളെ പേരറിയും. എൻ്റെ പേര് ആൽബിൻ തോമസ്. ആ, എന്റെ പേരറി ഓർഡറിൽ ഇവന്റെ ആണ് കേസ് ബർത്ത്ഡേ ഒക്കെ. പിന്നെ എന്റെ പേരറി. എൻ്റെ പേര് ശരത്ത്. ഞാൻ ആകാശം ഓടാതെ ബൈക്കിലാണ്. അപ്പൊ നമ്മള് ബർത്ത്ഡേ ആളെ വകയാണ് ചെലവ് കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പൊ ചെലവാണ്. അവിൽ മിൽക്കാണ് വായിച്ചത്. എങ്ങനെയുണ്ട് ശരിക്കും റിസ്വാന്റെ ചെലവ് വെച്ചാൽ ഷാമിലിന്റെ റുസാന, എന്റെ അഭിപ്രായം എന്താ? സെറ്റാണോ? എല്ലാരും പോവാണ്. എല്ലാരും ടാറ്റ പറ. എല്ലാരും ഇവന്മാര് 3 ആളായിട്ടോ പോണേ. അതെ, ഇവന്മാര് 3 ആള് പോണത്. ഋക്കുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. കൂടെ വാ ചൊണ്ണേ. ഋക്കുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. കൊച്ചു കള്ളൻ. ഞങ്ങൾ പോവാൻ ടാറ്റാ. അപ്പൊ ഗേസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേനു, എന്താ പറയാ, ഇവനോട് ഇവൻ പുഷ്പ കണ്ടിട്ടുണ്ട്. ഇവനോട് അതിന്റെ റിവ്യൂ ഒന്ന് ചോദിച്ചു നോക്കാന്ന്. അപ്പൊ എന്താണ് സബീന എനിക്ക് കണ്ടു? ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കുഴപ്പമില്ല വേണേ പറയാം. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ചന്ദനമായ സീരിയൽ ഉണ്ടല്ലോ, അത് തന്നെ കറക്റ്റ് ചന്ദനമായ സീരിയൽ. കാരണം എന്താ വെച്ചാല് ശ്രീവള്ളീന്റെ കരച്ചിലും വീഴ്ചയിലും സത്യം പറഞ്ഞാൽ 50 ഉറുപ്പ്യന്റെ സിനിമ ഉള്ളൂ. അതിനാണ് നമ്മൾ 100-200 ഉറുപ്പ്യ കൊടുത്തിട്ട് കയറുന്നത്. പുഷ്പ 1ന്റെ ആ ഒരു ലെവലിൽ കൂടെ എത്തിയിട്ടില്ല സാധനം. അങ്ങനെയൊക്കെ പറയാം. പിന്നെ ഫഹദിന് അത്യാവശ്യം തീരെ ഒരു കോമഡി ക്യാരക്ടർ ആക്കിയിട്ട് ഫഹദിനെ ഇറക്കിയത് സെക്കൻഡ് ഹാഫിൽ. ഈ പുഷ്പ 2 തന്നെ. 1 നല്ലപോലെ നല്ല പോലെ ഉണ്ടായിരുന്നു. 2 എന്താ ചെയ്തത്? സത്യം പറഞ്ഞാൽ അവനൊരു ഇൻട്രോ കൂടല്ല. ഫഹദിനൊരു ഇൻട്രോ കൂടല്ല. സത്യം പറഞ്ഞാൽ ശ്രീവള്ളീന്റെ മുഖം പിടിച്ചിട്ട് നിലത്തൊരിക്കാൻ തോന്നി. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇറങ്ങിപ്പോരാൻ തോന്നിയത്. അമ്മാതിരിയുള്ള തോന്നിയാസം എടുത്ത് വെച്ച്
സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ഈ കാണാൻ പോയാ മൂവി കേട്ടില്ല. കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും പോകണമെന്ന് വിചാരിച്ചൊക്കെയാണ്. എന്തായാലും ഞാനിവിടെ കണ്ടിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ഞാനിവിടെ പറയാം. ഏകദേശം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്റെ പൈസ പോയിന്നുള്ളൂ. എന്റെ പൈസ പോയിന്നുള്ളൂ. അല്ല, ഞാനെന്തായാലും ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നമുക്ക് കണ്ടിട്ട് ഞാൻ പറയാം. നമ്മൾ അവിടെ നിന്ന് എന്താ പറയുക, ജ്യൂസൊക്കെ കുടിച്ച് ഇറങ്ങിയതിന് ശേഷം പൊരിഞ്ഞ മഴ എനിക്ക് ഇതൊക്കെ ആകെ നനഞ്ഞ്. എന്തായാലും നമ്മളിനി മുക്കത്തേക്ക് പോവാണ് കേസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മൾ പുഷ്പ 2 കാണുന്നത്. അപ്പോൾ കേസ്, അപ്പോൾ ആൽബം പോവാണ് കേസ്. എന്തായാലും അടുത്ത വീഡിയോ കാണാൻ. അപ്പോൾ കേസ് കുറേ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല, മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ സബിൻ എന്തായാലും പോവാണ് കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ എന്തായാലും സിനിമ കാണാൻ പോവാണ്. അത് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ കണ്ടിട്ട് എന്നിട്ട് നമുക്ക് അവന്റെ റിയാക്ഷൻ എന്താ അറിയാം. ഓൾറെഡി കണ്ടാണ്. അപ്പൊ ഞാൻ ഇനി രണ്ടാമത് നമ്മൾ ആ സിനിമ ഇനി കാണുന്നില്ല. എനിക്ക് താല്പര്യം ഉണ്ടായിപ്പോയി. കാണട്ടെ അവന്റെ റിയാക്ഷൻ എന്താ നമുക്ക് അറിയാം. അപ്പൊ ഞാൻ എന്തായാലും കണ്ടിട്ട് ബാക്കി പറയാം. അപ്പൊ ആകാശിന് വെച്ചാല് ഓന് വേറെ പരിപാടികളുള്ളതുകൊണ്ട് ഓനെ പറഞ്ഞു വിട്ടതാണ്. ഓനെ ഞാൻ കുത്തിത്തിരിപ്പുണ്ടാക്കി തിരിച്ചു വിട്ടാനെ. ഓനെ നെഗറ്റീവ് അടിച്ചിട്ട് അവിടെ തിരിച്ചായിട്ട് വിട്ടു. അവരോട് പറഞ്ഞ് ടെലിഗ്രാമിലോ അല്ലെങ്കിൽ ഓൺലൈറ്റ് വരുമ്പോ കണ്ടാൽ മതി. ഓൻ പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ എനിക്കെന്തായാലും ഒന്ന് കാണണമെന്നുണ്ട്. അപ്പൊ പിന്നെ ആ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ച് നമ്മൾ ചെയ്യണല്ലോ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവൻ കാണാൻ പോണേ കേട്ടോ. അതൊരു കേസ്. അതെ എന്തായാലും റിവ്യൂവിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും കണ്ടല്ലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടിട്ട് ഞാൻ ബാക്കി പറയാം. പിന്നെ 7 മണിക്കാണ് ടിക്കറ്റ് ഇട്ടിട്ടുള്ളത്. ഇവനെ ഞാൻ എന്തായാലും വീട്ടിലാക്കിയിട്ട് പോകാൻ വിചാരിച്ചു. ഇവൻ എന്തായാലും കണ്ടതാണല്ലോ. അച്ഛൻ സീനാണ് 6 മണിക്കുള്ളിൽ പെരേ കയറണം. എന്താ ചെയ്യ കേസ്, 18 വയസ്സ് കഴിഞ്ഞ്. എന്നിട്ടും ഞാൻ അതിനെ പറ്റൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ശരി, എന്തായാലും ഞാൻ മൂവി കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേസ്. എന്തായാലും കേസ് നമ്മള് തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും പടം കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ കേസ് ഞാനപ്പോൾ പുഷ്പ 2 കണ്ട് ഇറങ്ങി വീട്ടിലെത്താറായി. വീട്ടിലേക്ക് പോയിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു പെട്രോൾ പമ്പിലാണ്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയായിരിച്ചു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് റിവ്യൂ എടുക്കുക പറയുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ചമ്മലുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും സത്യം പറയാലോ, എനിക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. പടം അടിപൊളി, എൻ്റെ കാഴ്ചപ്പാടിൽ അടിപൊളി. എന്തുകൊണ്ട് ഇത്രത്തോളം നെഗറ്റീവ് റിവ്യൂ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിനനുസരിച്ചിരിക്കും. വലിയ മാസ്, വലിയ വേറെ എന്തൊക്കെയോ, അതായത് ഓരോരുത്തരുടെ മനസ്സിലും ഓരോ ഇമാജിനേഷൻ ഉണ്ടാവും. കാരണം വെച്ചാൽ അത് അങ്ങനെ ആയിരിക്കും, ഇതിങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പം ആ ഒരു രീതിയിൽ പോയി എന്താ പറയുക, പടം കണ്ടിട്ട് എന്നിട്ട് ഇത് മോശമാണ് അങ്ങനെ, അല്ലെങ്കിൽ വേറൊരാൾ പറയുന്നത് കേട്ടിട്ട് അതേപോലെ ഈ പടം മോശമാണ് ഇങ്ങനെ പറയുന്ന എനിക്ക് എൻ്റെ ഒരു ഇത് തോന്നുന്നത് അങ്ങനെ ആയിരിക്കുന്നതാണ്. പിന്നെ എൻ്റെ അഭിപ്രായം പറയുകയാണ്, പടം അടിപൊളി, ഫൈറ്റ് കാര്യങ്ങൾ, പിന്നെ പാട്ട്, പിന്നെ അതിനനുസരിച്ച് സത്യം പറയുകയാണെങ്കിൽ അല്ലു അർജുൻ്റെ മാസ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മളതൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് പോകാമല്ലാതെ വേറെ എന്തോ അതിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചൊരിക്കലും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഈ പടം ഞാൻ സത്യം പറയാലോ നിങ്ങളൊക്കെ കാണണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ പടം എന്നല്ല, ഏത് പടവും നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അല്ലാതെ മറ്റുള്ളവർ കേട്ടിട്ട് അവൻ കണ്ടല്ലോ ആ പടം മോശം എന്ന് പറഞ്ഞു കേട്ട് നിങ്ങൾ നിൽക്കുകയാണ്, നിങ്ങൾക്കാണ് നഷ്ടം. പുഷ്പ 3ക്ക് ഞാൻ കട്ട വെയിറ്റിങ്ങാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പടം അത്രയ്ക്ക് കൊള്ളാം, അതുകൊണ്ട് തന്നെയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ പുഷ്പ 3ക്ക് ഞാൻ വെയിറ്റ് ചെയ്യണം. ഇത്രത്തോളമാണ് റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഓക്കെ. അപ്പോൾ ഗേസ് നമ്മളെ വ്ളോഗ് കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഇവനെ നിങ്ങൾ തുടങ്ങിയപ്പോഴായിരിക്കും കണ്ടിട്ടുണ്ട്, പിന്നെ അവസാനിക്കുമ്പോഴാണ് അവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പുഷ്പൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ എനിക്കിതേ പറയാനുള്ളൂ. പിന്നെ നാളെ ചിലപ്പോൾ പോയി കാണാൻ മതി, എനിക്കറിയില്ല എന്താവുന്നൊന്നും. അപ്പോൾ എന്തായാലും ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എത്രത്തോളം ആ കിണിയും കൂടി അടിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് എനിക്ക് വ്ളോഗ് കാര്യങ്ങളിലൊക്കെ പറയാനുള്ളത്. പിന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും ഓക്കെ, നമുക്ക് അടുത്ത വ്ളോഗ് കാണാം. ബൈ ഗൈസ്.